ഈ നന്ദൻ നിന്റെ ആരാ? ഞാൻ വിചാരിച്ചത് നിന്റെ ഹസ്ബൻഡാന്നാ. അയ്യോ, നമ്മൾ എല്ലാരും അങ്ങനെ തന്നെയല്ലേ വിചാരിച്ചത്. അതെ. ഇത് നന്നായല്ലോ. ലിഫ്റ്റിൽ ഒരുമിച്ച് വന്ന ഹസ്ബൻഡും വൈഫും ആവോ? ഞാൻ ഇപ്പോഴും സിംഗിളാ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരാണ് കൂടെ വന്ന അപ്പോ ഹസ്ബൻഡ് ആക്കും. നീ അധികം സംസാരിക്കണ്ട. അല്ലടി, നീ എന്താ കല്യാണം കഴിക്കാഞ്ഞേ? എനിക്ക് തോന്നിയില്ല. ഈ നന്ദൻ ആരായിരിക്കും? ആരാന്ന് ആർക്കും അറിയില്ല. വന്നു, 4 പെഗ് അടിച്ചു, സെന്റി അടിച്ച ആള് പോയി. ഓക്കെ, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. വാടി, ഞാൻ റൂം കാണിച്ചു. എന്താടി, ദുബായ് ഷേക്കിന്റെ ഫോട്ടോ ആസ്വദിച്ചോണ്ടിരിക്കുകയാണോ? ഷെയ്ക്കോ? ഇവിടെ സിസ്റ്റേഴ്സിന്റെ ഫോട്ടോ അല്ലിരുന്നത്. എന്താടി? അത് പോട്ടെ, നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചു നാളായില്ലേ ഈ ഫയാസിനെ കണ്ടിട്ട്. ചെല്, അവ മോളിൽ നിനക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോടാ. പക്ഷേ പോടി. ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്തോ ഡിസ്റ്റർബ്ഡ് ആയ പോലെ. അത് അങ്ങനൊന്നുമില്ല. മാരേജ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക്. അത് വിട്. നിനക്ക് കല്യാണമായത് മറിയ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. അതറിഞ്ഞപ്പോൾ ദേഷ്യത്തിൽ ഞാൻ എല്ലാ കോണ്ടാക്റ്റും ഡിലീറ്റ് ചെയ്തു. പക്ഷേ ആൻസി മരിയും എന്നെ നേരിട്ട് വന്ന് വിളിച്ചോണ്ടാ ഞാനിപ്പോൾ വന്നത്. അതുപോട്ടെ, നിന്റെ ഭാര്യയും കുട്ടികളും? ഏയ്, എന്താടാ? എന്താ വയസ്? മാരേജ് കഴിഞ്ഞ് 5 ദിവസം മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. അതിനിപ്പോ എന്ത് പറ്റി? ഹണിമൂണിന് പോയതാ. നിന്നോട് ഞാൻ ചെയ്ത ദ്രോഹത്തിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്. നിന്റെ സന്തോഷം എന്താണോ അത് മാത്രമേ നിന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഒന്ന് ചോദിച്ചോട്ടെ, വിധി ഏതായിരുന്നാലും നീ വിശ്വസിച്ചിരുന്നില്ലേ ഞാൻ ഒരു ദിവസം വന്ന് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമെന്ന്? ഇപ്പോ ഞാൻ നിന്നെ വിളിക്കുന്നു.
എനിക്ക് വേണ്ട താങ്ക്സ് ഹാഷിമെ നീ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് ഫുഡാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? എടാ നിക്ക് ഒരു മിനിറ്റ് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്, ഒന്ന് വെയിറ്റ് എന്ത് സർപ്രൈസ് അടി? നിനക്കറിയാം? എന്തായിരിക്കും അത്? അറിയില്ല. സർപ്രൈസ്. ഇതെന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്? എടത് ഞാനുണ്ടാക്കിയതല്ല, റോഷന്റെ വൈഫ് അവന് വേണ്ടി അവന്റെ ഫേവറേറ്റ് ഡിഷ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. അടിപൊളി. Wait. There is a note. The best thing life has brought to me is you. Thank you for being my partner all the way. താങ്ക് യു മൈ ഡിയർ സമീറ. നീയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേനെ സമീറ. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ എന്റെ അനീതിക്ക് നിന്നെ എത്ര മാത്രം ഇഷ്ടമുണ്ടെന്നുള്ളത്. പിന്നല്ലാതെ. ഈ രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രിയാണ്. സന്തോഷത്തിൻ്റെ രാത്രി. കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പവും എൻ്റെ എല്ലാ വികൃതി തരത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അനിയത്തിക്കുട്ടിക്കൊപ്പവും ജീവിതം ആരംഭിക്കാൻ പോകുന്ന ഈ പുതുമണവാളുടെ മണവാട്ടിക്ക് എൻ്റെ മാനേജറായി വന്ന് എൻ്റെ ക്ലോസ് ഫ്രണ്ടായി മാറിയ ഈ ജാസിമിന് വേണ്ടി ചിരിക്കണോ സമീറ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഈ സാൽമൺ ഞാൻ കട്ട് ചെയ്യാൻ പോകും. ഫസ്റ്റ് ബൈറ്റ് ഫോർ യു ഫയാസ്. കൊടുക്കല്ലേ? എന്തു പറ്റിയടാ? എന്താ കൊടുക്കണ്ടെന്ന് പറഞ്ഞ? പറയടാ. എന്നാ ശരി, ഞാൻ കഴിച്ചോളാം. അത് കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ജാസിം, അവന്റെ വൈഫ് ഉണ്ടാക്കി കൊടുത്ത ഡിഷ് കഴിക്കരുതെന്ന് പറയാൻ നീ ആരാടാ? മരിയ പ്ലീസ്. പറയുന്നത് കേക്ക്. അതില് വിഷം ചേർത്തിട്ടുണ്ട്. എന്താ? മാഡം, നിങ്ങൾ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം ചേർത്തിരിക്കുക. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനും കൂടി ചേർന്നിട്ടാ അത് ചെയ്തത്. മതി. സ്റ്റോപ്പ് ഇറ്റ്. എന്തിനാടാ നീ? കുറച്ചു നേരം മുമ്പ് സമീർ എന്നെ ഫോൺ ചെയ്തിരുന്നു.